അടുത്തൊരു കേസ് എന്ന് പറയുന്നത് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കുലർ ഹൈറ്റ്, ഇതൊരു ഹൈറ്റുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ നിന്നും, ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചുള്ളൂ, ആ ഒരു പാർട്ടിക്കിളിനെ ഹൊറിസോണ്ടലി ത്രോ ചെയ്യുകയാണ്. അതായത് ഇതിനെ ഇവിടെ നിന്നും ഇങ്ങോട്ട് തട്ടിവിടുകയാണ്, ഹൊറിസോണ്ടലി തട്ടുകയാണ്. ഇപ്പോൾ ഒരു ബോളാണെന്ന് തന്നെ വിചാരിച്ചുള്ളൂ. അപ്പോൾ ഒരു ബോളിനെ ഹൊറിസോണ്ടലി നമ്മൾ തട്ടിവിടുകയാണ്. അതാണ് പറഞ്ഞത് ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്. എന്തായിരിക്കും ഈ ഒരു ബോളിന് സംഭവിക്കുക? ഇതിവിടെ ഫസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടാകും, എന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും അതും അതിൻ്റെ മോഷൻ ഇങ്ങനെയായിരിക്കും അല്ലേ, അത് നമ്മുടെ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. അപ്പം ഇങ്ങനെയുള്ളൊരു കേസിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ വെലോസിറ്റി വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ റേഞ്ച് എത്ര ആണെന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിക്ക് 2 വെലോസിറ്റി ഉണ്ടാകും അല്ലേ. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് വെർട്ടിക്കലി അപ്വേർഡായിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ അതിന് മോഷനുള്ളൂ അല്ലേ. ഹൊറിസോണ്ടലി അത് മൂവ് ചെയ്യുന്നില്ല, വെർട്ടിക്കലായിട്ട് മേലോട്ട് പോകുന്നു, വെർട്ടിക്കലി താഴോട്ട് വരുന്നു. ഇവിടെ വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ഹൊറിസോണ്ടൽ മോഷനുണ്ട്, വെർട്ടിക്കൽ മോഷനുണ്ട്. ഹൊറിസോണ്ടൽ മോഷൻ എങ്ങനെയാണ്? ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ മോഷൻ അല്ലേ, ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. വെർട്ടിക്കൽ മോഷൻ ആ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഇതാണ് അതിൻ്റെ വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും അല്ലേ. ഓരോ പോയിൻ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ഇത് കോൺസ്റ്റൻറ്റും ആയിരിക്കും. ആ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എയർ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എയർ റെസിസ്റ്റൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു, അതുപോലെ വിൻഡോ ഒന്നും ഇല്ല എന്നുള്ള അസംഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് വേരി ചെയ്യും. ഇതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി ഇത്രയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും വെർട്ടിക്കൽ വെലോസിറ്റി കൂടുതലായിരിക്കും. കാര്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടല്ലേ. അപ്പം അതിൻ്റെ വെലോസിറ്റി താഴോട്ട് വരുന്നതോറും അതിൻ്റെ വെലോസിറ്റി കൂടിയായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഹൈറ്റ് നോക്കാം. ഇവിടെ നിന്ന് ഇവിടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 ഇക്വേഷൻ ഉണ്ട്. ഈ 3 ഇക്വേഷൻ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. ഇവിടെ നമുക്ക് ഈ തേർഡ് ഇക്വേഷൻ എടുക്കാം. എന്താണ്? S = ut + ½ at² എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അവിടെ എസ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഹൈറ്റാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം S എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് h ആണ്. അടുത്ത് നോക്കിക്കേ, ഈ ഒരു ടൈം അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയാം. ut തന്നെ എഴുതുന്നു പ്ലസ് ½ at². ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? ജിയോട് ഈക്വലാണ് അല്ലേ. -g അല്ല. കാര്യം എന്താണ്? ജിയുടെ അതേ ഡയറക്ഷനാണ്, ഗ്രാവിറ്റി താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, അതേ ഡയറക്ഷനാണ് മോഷൻ. അപ്പം എക്ക് പകരം നമുക്ക് ജി എന്ന് കൊടുക്കാം. അപ്പോൾ ½ gt² എന്ന് എഴുതി. നോക്കി h = u എന്തായിരിക്കും? u എന്ന് പറയുന്നത് 0 ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്ന എന്ത് മോഷനാണ്? വെർട്ടിക്കൽ മോഷനാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇനിഷ്യലി ഉണ്ടാകുന്ന വെർട്ടിക്കൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഫസ്റ്റ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് ഉണ്ടാകുന്നത് അല്ലേ. u എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ മോഷൻ മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്, ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്നത്. വെർട്ടിക്കൽ മോഷൻ ഇവിടെ ഇല്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്നവരും വെർട്ടിക്കൽ മോഷനുണ്ട്, വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ്. പക്ഷേ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ഹൈറ്റിൽ, ഈ ഒരു പോയിന്റിലാണ് വേണ്ടത്. ഈ ഹൈറ്റിലുണ്ടാവുന്ന വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടേം 0 ആയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നെ എഴുതാൻ h = ½ gt² എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് അല്ലേ. നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിനെ നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിനെ കിട്ടുമല്ലോ. t = എങ്ങനെ എഴുതാം? 2 × h / g എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് t നെ എങ്ങനെ എഴുതാം? √2h / g എന്ന് എഴുതാം. അപ്പം ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനുള്ള ടൈമിനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് √2h / g എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റേഞ്ച് ആണ്. ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്.
ആ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെടുക്കാം, ഹൊറിസോണ്ടൽ വെലോസിറ്റി എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൊറിസോണ്ടൽ മോഷനാണ് നമ്മൾ എടുക്കുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ മോഷനാണ് എടുക്കുന്നത്. ഹൊറിസോണ്ടൽ മോഷൻ ആകുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും എടുക്കുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് അറിയാം വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? യു ആണ്. അത് ഈ ഒരു പോയിന്റിൽ എടുത്താലും ഈ ഒരു പോയിന്റിൽ എടുത്താലും ഈ ഒരു പോയിന്റിൽ എടുത്താലും എല്ലാം സെയിം ആണ്, നമുക്കറിയാം. അതുപോലെ തന്നെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് നമുക്കറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഏതാണ്? ആറാണ് അല്ലേ. റേഞ്ചാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ റേഞ്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. വെലോസിറ്റി എത്രയാണ്? നമ്മൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് എടുക്കുന്നത്. അത് എത്രയാണ്? യു ആണ്. യു ഇൻറ്റു ടി എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി. ടി എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, സ്ക്വയർ റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ g ആണ്. അപ്പോൾ ഇതാണ് റേഞ്ചിൻ്റെ ഇക്വേഷൻ.